ഡോക്ടർ നിയാസ് നസീസ് ഡെന്റോഫേഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ളിക്കൽ, ഡോക്ടർ നിയാസ് നസീസ് ന്യൂ സ്മൈൽ ഡെന്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി. തുറവൂർ പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ ആരോഗ്യ പാർപ്പിട മേഖലകൾക്ക് മുൻഗണന നൽകി ബഡ്ജറ്റ് അവതരിപ്പിച്ചു. തുറവൂർ പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ ആരോഗ്യ മേഖലയ്ക്കും സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിക്കും ലഹരിയിൽ നിന്ന് യുവാക്കളെ മോചിപ്പിക്കുന്നതടക്കം വിവിധ പദ്ധതികളടങ്ങുന്ന ബജറ്റ് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കാടുപിടിച്ച പുരയിടങ്ങൾ വെട്ടിത്തെളിച്ച് ടെർഫ് സ്ഥാപിക്കുന്നതിനും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് തുറവൂർ പഞ്ചായത്തിൽ മനക്കോടത്ത് പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ഗ്രാനൈറ്റ് നിർമ്മിച്ച കെട്ടിടത്തിനായി മെഷീനറികൾ വാങ്ങുന്നതിനും ആധുനിക യുഗത്തിൽ ബിരുദ വിദ്യാർത്ഥികൾക്കായി AI സാങ്കേതിക കോഴ്സുകൾ അടക്കമുള്ള പരിശീലനം നൽകുന്നതിനും പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ചങ്ങരം പക്ഷി നിരീക്ഷണ കേന്ദ്രത്തിലും കാക്കത്തുരുത്ത് ദ്വീപിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക തുടങ്ങിയവ മുൻനിർത്തി 88.59 കോടി വരവും 88.18 കോടി ചെലവും 41 ലക്ഷം മിച്ചവുമായുള്ള ബജറ്റാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R. ജീവൻ അവതരിപ്പിച്ചത്. ഒരു 4 മാസക്കാലത്തോളം പുതിയൊരു ഭരണസമിതിക്ക് വേണ്ടിയുള്ളതോടെയായിട്ടുള്ള ബഡ്ജറ്റാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. വാർഷിക ബഡ്ജറ്റ് ആദ്യം ഒരു കവിതയോടുകൂടി തന്നെയാണ്. എത്ര മൺപാതകൾ, എത്ര സമുദ്രങ്ങൾ, എന്തുമാത്രം പോന്ന തീക്കൊടുക്കാറ്റുകൾ എന്നിലെത്തും വരെ എണ്ണി എണ്ണി താണ്ടി ഇത്തടം വന്നെത്തി നിന്റെ പാദം സഖി എന്ന വിശ്വവിഖ്യാത വിപ്ലവ കവി പാബ്ലോ നെരുദയുടെ കവിത ആണ് ആമുഖമായി കൊടുത്തിരിക്കുന്നത്. പ്രകൃതിയെയും താൻ താണ്ടി വന്ന രൗദ്ര തീരങ്ങളെയും കടന്ന് നമ്മളെത്തിപ്പെട്ട ഒരു ലോകത്തിൻ്റെ ചിത്രം വരച്ചു കാട്ടുന്നതിന് വേണ്ടി മാത്രം ആണ് ആ കവിതയുടെ ഉദാഹരിച്ചത്. പ്രിയരെ, പ്രതീക്ഷകളുടെയും സ്വപ്നങ്ങളുടെയും നിറച്ചാർത്തുകൾ കൊണ്ട് നാം പടുത്തുയർത്തിയ മണിഗോപുരങ്ങളിലേക്ക് നാം നടന്നു കയറിയ സപ്തവർണ്ണ പടവുകൾ അവസാനിക്കുന്നില്ല. പുതിയ പടവുകൾ പടുത്തുയർത്താനും പഴയവ ചായം തേച്ചു മിനുക്കാനും പുതിയ പ്രതിപാദന കടന്നു വരും. അനിവാര്യമായ കാലത്തിന്റെ കുളമ്പടി ശബ്ദം കാഴ്ചയിലേക്ക്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മേരി ടെൽഷ്യ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ N. സജി, SP ബാബു, AU അനീഷ്, മേരിദാസ്, NK രാജീവൻ, PP അനിൽകുമാർ, BDO PA ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. ലൈഫ് മിഷൻ ഭവന പദ്ധതിക്ക് 96.92 ലക്ഷം, കാർഷിക വികസന പദ്ധതികൾക്ക് 1.68 കോടി, സിന്തറ്റിക് ടർഫ് നിർമ്മാണത്തിന് 10 ലക്ഷം, നൈപുണ്യ വികസനം, സാമൂഹ്യക്ഷേമം, ജോബ് സെന്റർ എന്നിവയ്ക്ക് 10.75 ലക്ഷം, വനിതകൾക്ക് ജിംനേഷ്യം ഉപകരണങ്ങൾ വാങ്ങാൻ 16.50 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, എഴുപുന്ന.